2025 സീസണ് മുന്നോടിയായി IPL-ൽ മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നത്. മെഗാ ലേലത്തിന് മുൻപ് ഓരോ ഫ്രാഞ്ചൈസിക്കും ടീമിൽ നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണത്തിൽ ഇതുവരെ BCCI അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും വരും സീസണിൽ ടീമുകളിലെല്ലാം അടിമുടി മാറ്റം വരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കളിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല അടുത്ത സീസണിൽ മാറ്റം വരിക, പല ടീമുകളുടെയും പരിശീലകരും മാറുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ ടീമുകളിൽ ഒന്നായ രാജസ്ഥാൻ റോയൽസ് ആണ് ഇതിലെ പ്രധാന ടീമുകളിലൊന്ന്. ഇതിഹാസ താരത്തെ തന്നെ പരിശീലകനായി നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജസ്ഥാൻ പരിശീലകനായി പരിഗണിക്കുന്നത് ആരെയെന്നും റോയൽസിനൊപ്പം പുതിയ പരിശീലകർ വരാൻ പോകുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി IPL-ൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. 2022-ലെ IPL മെഗാ താര ലേലത്തിന് ശേഷം മികച്ച സ്ക്വാഡിനെ ലഭിച്ചതോടെയാണ് ടീമിന്റെ പ്രകടനങ്ങളിൽ പുരോഗതി വന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിനെ അടുത്ത സീസണിൽ തങ്ങളുടെ പരിശീലകനാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജസ്ഥാൻ റോയൽസ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ദ്രാവിഡ് ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്താൽ കുമാർ സംഗകാര ക്രിക്കറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമോ എന്ന ആശങ്കയും ആരാധകർക്കുണ്ട്. 2022-ൽ IPL-ൽ അരങ്ങേറ്റം കുറിച്ച ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. കഴിഞ്ഞ 3 സീസണുകളിലും മുൻ ഇന്ത്യൻ താരം ആശിഷ് നെഹ്റയാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. 2022-ൽ IPL കിരീടം ചൂടിയ ഗുജറാത്ത് 2023-ൽ 2ാം സ്ഥാനക്കാരായി. എന്നാൽ 2024-ൽ 8ാം സ്ഥാനത്ത് മാത്രമാണ് ഗുജറാത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. 2025 സീസണ് മുന്നോടിയായി പരിശീലകനെ മാറ്റാനുള്ള പദ്ധതികളിലാണ് ഗുജറാത്ത് എന്നാണ് ഇതോടെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിനെ ഈ റോളിലേക്ക് ഗുജറാത്ത് പരിഗണിക്കുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. 2025 സീസണ് മുന്നോടിയായി പുതിയ പരിശീലകൻ എത്തുമെന്ന് ഉറപ്പായ മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിങ്ങുമായി ഈ അടുത്താണ് ഡൽഹി ക്യാപിറ്റൽസ് വേർപിരിഞ്ഞത്. IPL-ൽ ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീം കൂടിയാണ് ഡൽഹി ക്യാപിറ്റൽസ്. ടീമിനെ ഈ നാണക്കേടിൽ നിന്ന് കരകയറ്റുക എന്നത് തന്നെയാകും ഡൽഹിയുടെ പുതിയ പരിശീലകന്റെ ദൗത്യം. മുൻ ഇന്ത്യൻ നായകനും ഡൽഹി ടീമിന്റെ ക്രിക്കറ്റ് ഡയറക്ടറുമായ സൗരവ് ഗാംഗുലി ഡൽഹി ക്യാപിറ്റൽസിന്റെ പുതിയ പരിശീലകനായേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഫ്രാഞ്ചൈസി ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. വലിയ മാറ്റങ്ങളോടെയാകും RCBയും അടുത്ത സീസണിൽ ഇറങ്ങുക എന്നാണ് റിപ്പോർട്ട്. ലേലത്തിന് മുൻപ് നിലനിർത്താൻ സാധിക്കുന്ന കളിക്കാരുടെ എണ്ണത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ചില കളിക്കാരെ RCB ലേലത്തിന് മുമ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നും സൂചനയുണ്ട്. മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിനാൽ പരിശീലകർക്കും പിടിപ്പത് പണിയാണ് ഇനി കാത്തിരിക്കുന്നത്. ലേലത്തിനായുള്ള തയ്യാറെടുപ്പുകളുടെ പ്രധാന ഉത്തരവാദിത്തം മുഖ്യ പരിശീലകർക്കായിരിക്കും. 2022 സീസണ് മുമ്പായിരുന്നു ഇതിനു മുൻപ് IPL-ൽ മെഗാ ലേലം നടന്നത്. ഇതിനുശേഷം 3 സീസണുകൾ പിന്നിട്ടപ്പോഴാണ് അടുത്ത മെഗാലേലം വരുന്നത്.